വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് കറണ്ട് അഫയേഴ്സ് പഠിക്കാം. എക്സൈസ് വകുപ്പിന് കീഴിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗം തടയുക, ലഹരിക്ക് അടിമകളായവരെ പുനരധിവസിപ്പിക്കുക, ലഹരി വിരുദ്ധ ബോധവൽക്കരണം എന്നിവ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള സംരംഭമാണ് വിമുക്തി മിഷൻ. വിമുക്തി മിഷൻ നടപ്പിലാക്കുന്നത് എക്സൈസ് വകുപ്പിന് കീഴിലാണ്. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ സമഗ്ര വികസനവും പുനരധിവാസവും ലക്ഷ്യമിട്ട് സാമൂഹ്യനീതി വകുപ്പ് തുടങ്ങിയ പദ്ധതി സഹജീവനം സ്നേഹഗ്രാമം അത് എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുള്ളതാണ്. ഈ പദ്ധതി നടപ്പിലാക്കുന്നത് സാമൂഹ്യനീതി വകുപ്പാണ്. രാജ്യത്തെ ആദ്യത്തെ സർക്കാർ ഉടമസ്ഥതയിലുള്ള OTT പ്ലാറ്റ്ഫോമാണ് സി സ്പേസ്. കേരളമാണ് ഇത് തുടങ്ങിയിരിക്കുന്നത്. ലോക പാസ്പോർട്ട് ഇൻഡെക്സിൽ 1-ാം സ്ഥാനത്തുള്ള രാജ്യം സിംഗപ്പൂരാണ്. വേൾഡ് പാസ്പോർട്ട് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 8-ാം സ്ഥാനത്ത് നിന്ന് 77-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുന്നു. കുടുംബശ്രീയുടെ കീഴിൽ സ്കൂഫെ പദ്ധതി ആദ്യമായി ആരംഭിച്ച ജില്ല കണ്ണൂർ ജില്ലയിലെ കണ്ണാടിപ്പറമ്പ്. ഈ പദ്ധതി പ്രകാരം വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ പുസ്തകങ്ങൾ, പഠന സാമഗ്രികൾ, ലഘുപാനീയങ്ങൾ, ഉച്ചഭക്ഷണം എന്നിവ സ്കൂളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുകയാണ് കുടുംബശ്രീ ചെയ്യുന്നത്. 2025 അന്തരിച്ച രത്തം തീയം ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നാടകം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കറണ്ട് അഫയേഴ്സ് ഉപകാരപ്പെട്ടാൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്